കോഴിക്കോട് കേന്ദ്രമായി ഒരു കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. അതിൻ്റെ ഒരു നേതാവുണ്ട്, KT കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം നക്സലൈറ്റ് ആയിരുന്നു, മാവോയിസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ആളാണ്. അദ്ദേഹമാണ് താത്വിക അവലോകനം നടത്തുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ താത്വിക ആചാര്യൻ. പിന്നെ തോമസ് ഐസക് ഉണ്ട്. തോമസ് ഐസക് പ്രായോഗിക ആളായി മാറിയപ്പോൾ താത്വികവും അവലോകനമൊന്നുമില്ല, എന്നാലും ഉണ്ട്. പിന്നെ MA ബേബിയുണ്ട്. ഇങ്ങനെ പലരുമുണ്ട്. ഇവർ കഴിഞ്ഞ 2-3 ദിവസമായി തോറ്റതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. വളരെ കൃത്യമായൊരു താത്വിക അവലോകനമാണ്, അത് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ദേശാഭിമാനിയിൽ ഇതനുസരിച്ച് ലേഖനം വരും, ചിന്തയിൽ വരും, കൈരളിയിൽ വരും, എല്ലായിടത്തും വരും. വളരെ വലിയൊരു സാധനം വരും. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമി ചാനലിൽ അഭിലാഷമൊക്കെ ഇരുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം. ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനവൽകൃതമായ ഭരണരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്നെപ്പോലെയുള്ള, അതായത് അദ്ദേഹത്തെ പോലെ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ളവർ ചിന്തിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള വർഗ താല്പര്യങ്ങളെയും മൂലധന താല്പര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. വല്ലതോ മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല, അഭിലാഷിനെ വിളിച്ചിട്ട് കുഞ്ഞിക്കണ്ണനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി വായിക്കുക. ഇനി ശങ്കരാടിയുടെയും അതുപോലെ തന്നെ ഒരു സിനിമയുണ്ട്, ശ്രീനിവാസനൊക്കെ കൂടെ ചേർന്നൊരു സിനിമയുണ്ട്, രാഷ്ട്രീയ പരിഹാസം ഉള്ളൊരു സിനിമയാണ്. അതിൽ ഇങ്ങനെ ചർച്ച വരുമ്പോൾ പ്രതിക്രിയാവാദവും കൊളോണിയലിസവും തമ്മിൽ ഒന്നിച്ച് പോവില്ല എന്നൊരു വാദം പറയുന്നുണ്ട്. ബൂർഷ്വാസികളും തക്കം പാർത്തിരുന്നു കൊണ്ട് വിഘടനവാദികളും പ്രതിക്രിയാവാദികളുമെല്ലാം കൂടി പ്രഥമ ദൃഷ്ടിയ അകൽച്ചയുണ്ടെങ്കിലും അവർ തമ്മിൽ അന്തർധാരയുണ്ട്. വർഗാധിപത്യവും കൊളോണിയൽ ചിന്താസരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല. വർഗ ബൂർഷ്വാ പെറ്റി ബൂർഷ്വാ ചിന്താഗതികൾ വച്ച് നോക്കുമ്പോൾ വർഗാധിപത്യത്തിൻ്റെയും മതാധിപത്യത്തിൻ്റെയും സോഷ്യലിസ്റ്റ് അന്തകന്മാരുടെയും കണക്ക് വെച്ചെടുക്കുമ്പോൾ നമ്മൾ തോറ്റുവെന്ന് പറയാൻ കഴിയത്തില്ല. നിങ്ങൾ ഹംഗറിയിലേക്ക് നോക്കൂ, ചൈനയിലേക്ക് നോക്കൂ. ചൈനയിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഭരിക്കുന്നത്. കുഴപ്പങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ക്യൂബയിലേക്ക് നോക്കൂ. ഫിഡൽ കാസ്ട്രോ തുടങ്ങി വെച്ച ആ ഒരു സോഷ്യലിസ്റ്റ് സരണിയിലേക്കുള്ള യാത്ര എത്ര മനോഹരമായിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ നോക്കൂ, നമ്മളിപ്പോൾ വിജയ് നമ്മളോട് TVKയുടെ വിജയ് നമ്മളോട് പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ബംഗാളിൽ മുച്ചൂടും മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മൾ തളിരിടുകയാണ്. അപ്പോൾ ഈ വർഗാധിപത്യത്തിൻ്റെയും കൊളോണിയൽ ചിന്താഗതിയുടെയും ആഗോളവർഗത്തിൻ്റെ വിടയിൽ കിടന്ന് പിടയുന്ന ബൂർഷ്വാസി രാഷ്ട്രീയത്തിനിടയിൽ പാർലമെൻ്ററി പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഇടപാടാണ്. വിപ്ലവ പ്രവർത്തനത്തിൻ്റെ വലിയ ചിന്താസരണികൾക്കിടയിൽ പെട്ട് സഖാക്കൾ ഉഴഞ്ഞു പോകരുത്. മതാധിപത്യത്തിൻ്റെയും വർഗീയതയുടെയും കരാളഹസ്തങ്ങളിൽ BJP പോലുള്ള സംഘപരിവാർ പോലുള്ള ശക്തികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുകെട്ടുന്നതിൻ്റെ മൂർത്തരൂപങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിന്താക്കുഴപ്പമുണ്ടാവാം, സഖാക്കൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ 2021-ലും 2016-ലും 2011-ലും നമ്മൾ നേടിയ വോട്ടെത്ര, വോട്ട് ശതമാനമെത്ര, ഇപ്പോൾ നമ്മൾ നേടിയ വോട്ടിംഗ് ശതമാനമെത്ര? 10 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആൻറ്റി ഭരണവിരുദ്ധ വികാരം വരുന്നതിൻ്റെ ഒരു അലവൻസ് ഉണ്ടല്ലോ, ഒരു കുറച്ച് വോട്ട് അങ്ങോട്ട് കൊടുക്കണ്ടേ? അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ നേടിയ വോട്ടും ഈ വർഷം നമ്മൾ നേടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസമെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അലവൻസ് അങ്ങോട്ട് കൂടെ ഇട്ടാൽ നമ്മൾ ജയിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജയിച്ചു. ആ അലവൻസ് ആരും കണ്ടില്ല എന്നുള്ളതാണ്. അതൊരു ബോണസ് പോയിൻ്റാണ്. അപ്പോൾ ഈ തരത്തിൽ വളരെ താത്വികമായി നമ്മൾ നോക്കുമ്പോൾ വർഗാധിഷ്ഠിതമായ ചൂഷണരഹിതമായ ചൂഷണത്തിനതീതമായൊരു സമൂഹമുണ്ടാക്കാനുള്ള യാത്രക്കിടയിൽ ഒരുപാട് ബൂർഷ്വാസികൾ കടന്നു വരും, വർഗീയവാദികൾ കടന്നു വരും. അത് കാണാത്തെന്താണ് സഖാക്കൾ? അപ്പോഴാണ് ചോദിക്കുന്നത് തോറ്റ കാരണമല്ലേ ഞങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ദയവായി ഈ പാർട്ടി ക്ലാസ്സുകളിലും പാർട്ടി വിളിക്കുന്ന മീറ്റിങ്ങുകളിലും നിങ്ങൾ പൊതുയോഗങ്ങൾ വന്നാൽ പോരാ, പാർട്ടി മീറ്റിങ്ങുകളിലും പാർട്ടി ക്ലാസ്സുകളിലും തീർച്ചയായും പങ്കെടുക്കണം. നിങ്ങൾ ദേശാഭിമാനി വായിക്കുക, നിങ്ങൾ കൈരളി TV ചാനൽ കാണുക, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുക. പാർട്ടി കേഡറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി എഴുതിയ പുസ്തകങ്ങൾ വായിക്കുക. വർഗാധിപത്യത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെയും സോഷ്യലിസ്റ്റ് സരണികളിലേക്കുള്ള യാത്രയിൽ പ്രതിക്രിയാവാദവും വർഗീയവാദവും തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് എപ്പോഴും. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിക്രിയാവാദവും കൊളോണിയലിസവും റാഡിക്കലായ ഒരു ചേഞ്ച് അല്ലെന്നേ.
ഉൾപ്പാർട്ടി ജനാധിപത്യം ഉണ്ടെന്ന് വെച്ച് ഒന്നിച്ചിരുന്ന് സമരം നടത്തുന്നു, ഒന്നിച്ചിരുന്ന് ഭരിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ് ഈ കണ്ടുപിടുത്തം. എത്ര മനോഹരമായിരിക്കുന്നു. ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനവൽകൃതമായ ഭരണരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്നെപ്പോലെയുള്ളവർ അതിൻ്റെ ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിൻ്റെ പിന്നിലുള്ള വർഗ താല്പര്യങ്ങളെയും മൂലധന താല്പര്യങ്ങളെയും ഉണ്ട പൊരി. മനുഷ്യ തോറ്റുപോയത് ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട്. വോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരോട് അഹങ്കാരവും അവളെ തോളിൽ കയറാൻ പോയതും അവരെ വേറെ മുൾമുനയെ നിർത്തി കുറച്ച് വികസനം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിലും അവരെ മുൾമുനയെ നിർത്തിയതുകൊണ്ട് അവർ വോട്ട് ചെയ്തില്ല. സിമ്പിളാണ്. എന്തുകൊണ്ട് തോറ്റു? കൈ കൊണ്ട് തോറ്റു. ആളുകൾ വോട്ട് ചെയ്തില്ല. ആളുകൾ കൈ കൊണ്ട് വോട്ട് ചെയ്തപ്പോൾ തോറ്റില്ല. തോക്കാൻ കാരണം ആളുകൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട്. വളരെ സിമ്പിളല്ലേ? ആളെയൊക്കെ ഒന്ന് നേരിട്ട് അടിക്കാൻ പറ്റുമോ? നമ്മളെയൊക്കെ ഭരണാധികാരികൾ തെറ്റ് ചെയ്തു, ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തു, അവർക്കൊന്നും തല്ലാൻ പറ്റത്തില്ലല്ലോ. അവർ കിട്ടിയ അവസരത്തിൽ കുത്തി ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സംഭവിക്കുന്നതിനിടയിൽ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാര മനസ്സിലാകാതെ, പ്രഥമദൃഷ്ടി അവർ അകൽച്ചയിൽ നിൽക്കുന്നെങ്കിലും അത് നമ്മൾ അന്തർധാര നമ്മൾക്ക് മനസ്സിലാകാതെ പോയതുപോലെ BJPയും കോൺഗ്രസും ലീഗുമൊക്കെ അകൽച്ചയിൽ നിൽക്കുമ്പോൾ അവർ തമ്മിലുള്ള അന്തർധാര അടിയൊഴുക്ക് നമ്മൾ കാണാതെ പോയി. അവിടെ അടിയണ കെട്ടാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. പക്ഷേ അപ്പോഴും നമ്മൾ സീറ്റുകളിൽ പിറകോട്ട് പോയെങ്കിലും വർഗ ബഹുജന സംഘടനാ സംവിധാനങ്ങളിൽ നമ്മൾ 1 മില്ലിമീറ്റർ പോലും പിറകിലോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ കാല വോട്ടെടുത്ത് ഇക്കാലത്തെ വോട്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ജയിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ അലവൻസ് കിട്ടാത്തത് കൊണ്ടാണ്. ഈ ഭരണവിരുദ്ധ വികാരത്തിനൊരു അലവൻസ് ഉണ്ടായിരുന്നു. ആ അലവൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ സുന്ദരമായി ജയിക്കുമായിരുന്നു. അതുകൊണ്ട് ജയിച്ചില്ല എന്ന് പറയരുത്. ജയിച്ചില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും തോറ്റു എന്ന് പറയരുത്. നമ്മളങ്ങനെ തോൽക്കുന്ന പാർട്ടിയല്ല. തോറ്റ ചരിത്രം കേട്ടിട്ടുമില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഒന്നും തിരുത്തേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സധൈര്യം ജനങ്ങളുടെ ഇടയിലേക്ക് പോവുക. കൂടുതൽ സമരപരിപാടികളുമായി ജനങ്ങളെ നമ്മൾ പ്രസ്ഥാനത്തിലേക്കും കാര്യങ്ങളിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരിക. ഒരു കാരണവശാലും നമ്മൾ എന്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു തെറ്റും ആരും തിരുത്തേണ്ട കാര്യമില്ല. നമ്മൾ തിരുത്തുമെന്ന് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ആളുകൾ കയറി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തും.